ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ദിവസം അഥവാ ഡേ എന്ന വാക്ക് ഒരിക്കലും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നില്ലെന്നും മറിച്ചത് കൃത്യവും മാറ്റമില്ലാത്തതുമായ 24 മണിക്കൂറടങ്ങുന്ന ഒരു സാധാരണ ദിവസം തന്നെയാണെന്നും ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാമോ? ശ്രദ്ധിക്കുക, കാരണം മൂലഭാഷയായ എബ്രായ ഭാഷയിലെ തെളിവുകൾ പരിശോധിക്കുമ്പോൾ ദിവസം എന്നത് 24 മണിക്കൂർ സമയക്രമം തന്നെയാണെന്നും അത് അടിവരയിട്ട് ഉറപ്പിക്കുന്നു. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ എന്ന വാദത്തിന് അവിടെ ഒരു തരിമ്പ് പോലും സ്ഥാനമില്ല. ഈ വീഡിയോ മുഴുവനായി കാണുക, കാരണം നമ്മൾ ഇന്ന് അനാവരണം ചെയ്യാൻ പോകുന്നത് ഈ സത്യം പണ്ഡിതന്മാരെ ഞെട്ടിക്കുകയും സഭകളിൽ വലിയ തർക്കങ്ങൾ ഉണ്ടാക്കുകയും നിലവിലുള്ള പല സമയരേഖകളെയും കീഴ്മേൽ മറിക്കുകയും ചെയ്തിട്ടുള്ള ഒന്നാണ്. ഉൽപ്പത്തി പുസ്തകം വെറും ഒരു കവിതയോ അല്ലെങ്കിൽ ഒരു രൂപകമോ ആണെന്ന് പലരും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും. അല്ലെങ്കിൽ അതിലെ വചനങ്ങൾക്ക് പല അർത്ഥങ്ങൾ ആകാമെന്നും അവർ വാദിക്കുന്നുണ്ടാകാം. എന്നാൽ ബൈബിളിലെ വാക്കുകൾക്ക്, പ്രത്യേകിച്ച് യോം, സന്ധ്യ, പ്രഭാതം എന്നീ വാക്കുകൾക്ക് കൃത്യമായ ഗണിതശാസ്ത്രപരമായ തൂക്കമുണ്ടെങ്കിലോ അടുത്ത കുറച്ചു നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ ഈ എബ്രായ വാക്കുള്ള വേരുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് പരിശോധിക്കാൻ പോവുകയാണ്. അത് കണ്ടു കഴിയുമ്പോൾ ബൈബിളിലെ ആദ്യത്തെ അധ്യായത്തെ നിങ്ങൾ പിന്നീട് ഒരിക്കലും പഴയതുപോലെ കാണില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ തുടക്കം വളരെ ധീരമാണ്. അത് വായനക്കാരന്റെ ഭാവനയ്ക്ക് ഒന്നും വിട്ടുകൊടുക്കുന്നില്ല. സന്ധ്യയായി ഉഷസ്സായി ഒന്നാം ദിവസം. ഇതൊരു കവിതയല്ല, ഇതൊരു രഹസ്യമല്ല, മറിച്ച് കൃത്യമായ ഘടനയുള്ള ഒരു താളമാണിത്. അത് ആവർത്തിക്കപ്പെടുന്നു. 2-ാം ദിവസം, 3-ാം ദിവസം, 4, 5, 6 ദിവസങ്ങൾ. ഓരോ ദിവസവും സന്ധ്യ ഉഷസ്സും കൊണ്ട് വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. ഒടുവിൽ 7-ാം ദിവസം വിശ്രമത്തിന്റെ ദിനമായി മാറുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളോളം ഈ കാര്യത്തിൽ ആർക്കും ഒരു സംശയമുണ്ടായിരുന്നില്ല. പുരാതന എബ്രായരും റബ്ബിമാരും ആദിമ സഭാപിതാക്കന്മാരും എല്ലാം ഈ ദിവസങ്ങളെ കണ്ടത് അക്ഷരാർത്ഥത്തിലുള്ള 24 മണിക്കൂർ ദിവസങ്ങളായിട്ടാണ്. അതിൽ യാതൊരു ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങളോ കോഡുകളോ ഉണ്ടായിരുന്നില്ല. പിന്നെ എപ്പോഴാണ് ഇതിനൊരു മാറ്റം സംഭവിച്ചത്? 1800കളിലാണ് എല്ലാം മാറിമറിഞ്ഞത്. ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം, ജിയോളജിയുടെ വളർച്ചയും ഭൂമിക്ക് കോടിക്കണക്കിന് വർഷത്തെ പഴക്കമുണ്ടെന്ന ഡീപ് ടൈം തിയറികൾ വന്നതോടെ ചില വേദപണ്ഡിതന്മാർക്ക് സമ്മർദ്ദമേറി. ശാസ്ത്രം പറയുന്ന കാര്യങ്ങളനുസരിച്ച് ബൈബിളിനെ വളച്ചൊടിക്കാൻ അവർ ശ്രമിച്ചു. തിരുവെഴുത്തുകൾ ശാസ്ത്രത്തെ നയിക്കുന്നതിന് പകരം ശാസ്ത്രത്തിനനുസരിച്ച് തിരുവെഴുത്തുകളെ മാറ്റാൻ അവർ പുതിയ സിദ്ധാന്തങ്ങൾ കൊണ്ടുവന്നു. അങ്ങനെയാണ് ഓരോ ദിവസം ദശലക്ഷക്കണക്കിന് വർഷങ്ങളുണ്ടെന്ന് പറയുന്ന ഡേ ഏജ് തിയറി ഉണ്ടായത്. വചനങ്ങൾക്കിടയിൽ കോടിക്കണക്കിന് വർഷങ്ങൾ വിടവുണ്ടെന്ന് പറയുന്ന ഗ്യാപ്പ് തിയറി കടന്നു വന്നു. കേൾക്കുമ്പോൾ ഇത് യുക്തിസഹനമാണെന്ന് തോന്നാം. എന്നാൽ ഇവിടെയാണ് വലിയൊരു പ്രശ്നം കിടക്കുന്നത്. ബൈബിളിന്റെ മൂലഭാഷ എബ്രായ ഭാഷയ്ക്ക് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. നമ്മൾ തിരികെ ആ മൂലഭാഷയിലേക്ക് പോകുമ്പോൾ ഈ ആധുനിക സിദ്ധാന്തങ്ങളെല്ലാം ഒന്നിനു പുറകെ ഒന്നായി തകർന്നടിയുന്നതും കാണാം. ഈ തർക്കത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കിൽ നിന്ന് നമുക്ക് തുടങ്ങാം. യോം. ദിവസം എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന എബ്രായ വാക്കാണിത്. പഴയ നിയമത്തിൽ 2300-ലധികം തവണ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുക, എപ്പോഴൊക്കെ യോം എന്ന വാക്കിനൊപ്പം ഒരു സംഖ്യ ചേർക്കപ്പെട്ടിട്ടുണ്ടോ അപ്പോഴെല്ലാം അത് അക്ഷരാർത്ഥത്തിലുള്ള 24 മണിക്കൂർ ദിവസത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതിലൊരൊറ്റ ഒഴിവാക്കൽ പോലുമില്ല. ഇത്തരം 410 വചനങ്ങൾ ബൈബിളിലുണ്ട്. അതെല്ലാം സാധാരണ ദിവസങ്ങളെ തന്നെയാണ് കുറിക്കുന്നത്. അതൊരിക്കലും ഒരു കാലഘട്ടത്തെയോ രൂപകത്തെയോ സൂചിപ്പിക്കുന്നില്ല. ഇനി ഉൽപ്പത്തി 1-ാം അധ്യായത്തിലേക്ക് വരാം. ഇവിടെ യോം എന്ന വാക്ക് തുടർച്ചയായി 6 തവണ സംഖ്യകൾക്കൊപ്പം ഉപയോഗിച്ചിരിക്കുന്നു. 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം എന്നിങ്ങനെ. എന്നാൽ അതുമാത്രമല്ല, ഓരോ ദിവസവും അവസാനിക്കുന്നത് ഒരു പ്രത്യേക വാചകത്തോടെയാണ്. സന്ധ്യയായി ഉഷസ്സായി. ഇതൊരു കാവ്യാത്മിക ഭംഗിക്ക് വേണ്ടി എഴുതിയതല്ല. ഇതൊരു കൃത്യമായ ദൈവത്തിന്റെ ടൈം സ്റ്റാമ്പാണ്. പുരാതന എബ്രാ ഭാഷയിൽ യോം എന്ന വാക്കിനൊപ്പം ഒരു സംഖ്യയും ഒപ്പം സന്ധ്യ ഉഷസ്സു എന്ന പ്രയോഗം വന്നാൽ അത് എല്ലായ്പ്പോഴും ഒരു സാധാരണ സൗരദിനത്തെ മാത്രമേ സൂചിപ്പിക്കൂ. ചിലർ പറയും യോം എന്ന വാക്കിനൊരു നീണ്ട കാലഘട്ടം എന്നർത്ഥം വരാമെന്ന്. അത് ശരിയാണ്, പക്ഷേ സന്ദർഭമാണ് പ്രാധാന്യം. സംഖ്യകളോ സന്ധ്യയും ഉഷസ്സു എന്ന പ്രയോഗമോ ഇല്ലാതെ യോം എന്ന വാക്ക് ഒറ്റയ്ക്ക് പ്രയോഗിച്ചാൽ അതിനർത്ഥം ഒരു കാലഘട്ടം എന്നാകാം. പക്ഷേ ഉൽപ്പത്തി പുസ്തകത്തിൽ നടക്കുന്നത് അതല്ല. ഉൽപ്പത്തി 1-ൽ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. എണ്ണപ്പെട്ട ദിവസങ്ങൾ, സന്ധ്യയും ഉഷസ്സും, ആവർത്തിക്കുന്ന ഘടന. ഇതൊരു ഡ്രമ്മിന്റെ താളം പോലെയാണ്. മാറ്റമില്ലാതെ തെറ്റിദ്ധരിക്കാൻ സാധിക്കാത്ത താളം. ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ട മോശ ഇത് എഴുതുമ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ നിത്യതയെന്നോ തലമുറയെന്നോ ഉള്ള വാക്കുകൾ ഉപയോഗിച്ച് വലിയൊരു കാലഘട്ടത്തെ സൂചിപ്പിക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹം അത് ഉപയോഗിച്ചില്ല. പകരം അദ്ദേഹം യോം എന്ന എഴുതുകയും അതിനെ സൂര്യന്റെ ഉദയത്തോടും അസ്തമയത്തോടും ബന്ധിപ്പിക്കുകയും ചെയ്തു. അത് അവ്യക്തമല്ല, അത് കരുതിക്കൂട്ടി കൃത്യമായ കണക്കുകളൂടെ എഴുതപ്പെട്ടതാണ്. ബൈബിളിലെ നിയമപുസ്തകത്തിലുടനീളം ഇതേ ഫോർമുല ആവർത്തിക്കുന്നത് കാണാം. ഉൽപ്പത്തി 1-ൽ പറഞ്ഞ കാര്യങ്ങളെ ഇത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു.
സന്ധി മുഷസ് എന്ന പ്രയോഗം ഉൽപ്പത്തിയിൽ മാത്രമല്ല ഉള്ളത്, എബ്രായ ബൈബിളിൽ പലയിടത്തും അത് വരുന്നുണ്ട്. അപ്പോഴെല്ലാം അതൊരു ദിവസത്തെ അതിരുകളെ തന്നെയാണ് കുറിക്കുന്നത്. പഴയ നിയമത്തിൽ 38 തവണ സന്ധി ഉഷസ് എന്ന് ഒരുമിച്ച് വരുന്നുണ്ട്. ഈ 38 തവണയും അതൊരു സാധാരണ പകലും രാത്രിയും അടങ്ങുന്ന ദിവസത്തെ തന്നെയാണ് കാണിക്കുന്നത്. ഒരിടത്ത് പോലും അതൊരു ആത്മീയ യുഗത്തെയോ പ്രതീകാത്മകമായ കാലത്തെയോ കാണിക്കുന്നില്ല. അതിലുപരി എബ്രായ വ്യാകരണത്തിൽ വാവ് കൺസിക്യൂട്ടീവ് എന്നൊരു പ്രത്യേക പ്രയോഗ രീതിയുണ്ട്. വാവ് അല്ലെങ്കിൽ ആൻഡ് എന്ന ചെറിയ വാക്ക് കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കണ്ണിയാണ്. ഇത് അമൂർത്തമായ ഒന്നല്ല, മറിച്ച് ഒന്നിനു പുറകെ ഒന്നായി സംഭവിക്കുന്ന കാര്യങ്ങളെ കാണിക്കുന്നു. സന്ധ്യ വെളിച്ചത്തിന്റെയും അവസാനത്തെയും പ്രഭാതം വെളിച്ചത്തിന്റെയും തിരിച്ചുവരവിനെയും കുറിക്കുന്നു. ഇത് രണ്ടും ചേരുമ്പോൾ ഒരു പൂർണ്ണ ദിവസം അല്ലെങ്കിൽ 24 മണിക്കൂർ പൂർത്തിയാകുന്നു. എബ്രായർക്ക് ക്ലോക്കുകളില്ലായിരുന്നു, അതിന്റെ ആവശ്യം അവർക്കില്ലായിരുന്നു. വെളിച്ചവും ഇരുട്ടും നോക്കിയാണ് അവർ സമയം കണക്കാക്കിയിരുന്നത്. ഉൽപ്പത്തി 1 സന്ധ്യ എന്നും പ്രഭാതമെന്നും പറയുന്നത് യഥാർത്ഥ ലോകത്തിലെ സമയക്രമത്തെയാണ്. 6 തവണ ഒരു വാചകം ആവർത്തിക്കുന്നു. ഓരോ തവണയും അത് സൃഷ്ടിയുടെ ഒരു ദിവസത്തെ പൂർത്തിയാക്കുന്നു. അവിടെ വിടവുകളില്ല, സമയമാറ്റങ്ങളില്ല. 7-ാം ദിവസം അഥവാ ശബ്ബത്ത് മാത്രമാണ് ഇതിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്നത്. പക്ഷെ അതാണ് അതിന്റെ പോയിന്റ്. അത് സൃഷ്ടിയുടെ ദിവസമല്ല, വിശ്രമത്തിന്റെ ദിവസമാണ്. എങ്കിലും അവിടെ കണക്ക് തെറ്റുന്നില്ല. അളന്ന് തിട്ടപ്പെടുത്തിയ 6 ദിവസങ്ങൾ, പിന്നെ ഒരു വിശുദ്ധ ദിനം. ചിലർ ചോദിക്കും, ഈ വാക്കുകൾ പ്രതീകാത്മമായിക്കൂടെ എന്ന്. എന്നാൽ പുരാതന കാലത്തെ ജനങ്ങൾ അങ്ങനെ ചിന്തിച്ചിരുന്നില്ല. ഈ ഭാഷ സംസാരിച്ചിരുന്ന ആദ്യകാല വായനക്കാർ ഇത് അക്ഷരാർത്ഥത്തിലാണ് മനസ്സിലാക്കിയത്. അവരുടെ കലണ്ടറുകളും ആഘോഷങ്ങളും എന്തിന് കൽപ്പനകൾ പോലും ഈ 24 മണിക്കൂർ ദിവസത്തെ അടിസ്ഥാനമാക്കിയാണ് അവർ ഉണ്ടാക്കിയത്. ഒരു രൂപകത്തെ അടിസ്ഥാനമാക്കി ആരും ഒരാഴ്ച സമയക്രമം ഉണ്ടാക്കിയില്ല. കാണാൻ കഴിയുന്ന വെളിച്ചത്തെയും അനുഭവിക്കാൻ കഴിയുന്ന ഇരുട്ടിനെയും അടിസ്ഥാനമാക്കിയാണ് അവർ അത് ചെയ്തത്. ഉൽപ്പത്തി പുസ്തകം അവർക്ക് നൽകിയതും അതുതന്നെയാണ്. ഇനി നമുക്കിതിനെതിരെ ഉയർന്ന പ്രധാന എതിർവാദങ്ങളെയും എബ്രായ ഭാഷ വെച്ച് പരിശോധിക്കുമ്പോൾ അവ എങ്ങനെ തകർന്നടിയുന്നു എന്ന് നോക്കാം. ഒന്നാമത്തെ വാദം 2 പത്രോസ് 3:8 പറയുന്നു, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയാണ്. ശരിയാണ്, അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അതിന്റെ സന്ദർഭം നോക്കുക. പത്രോസ് അവിടെ പ്രപഞ്ചത്തിന്റെ പ്രായം കണക്കാക്കിയല്ല, മറിച്ച് കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ വൈകുന്നു എന്ന വിഷമിക്കുന്ന വിശ്വാസികളെ ആശ്വസിപ്പിക്കുകയാണ് അദ്ദേഹം. ദൈവം സമയത്തിന് അതീതനാണെന്നും അവിടുത്തെ ക്ഷമയെക്കുറിച്ചുമാണ് അവിടെ പറയുന്നത്. അതൊരു സൃഷ്ടിയുടെ ഫോർമുലയല്ല. മാത്രമല്ല, ഒരു ദിവസം 1000 വർഷം പോലെയാണെങ്കിൽ തിരിച്ചും 1000 വർഷം ഒരു ദിവസം പോലെയാണ്. അങ്ങനെയെങ്കിൽ സമയത്തിന് യാതൊരു അർത്ഥവുമില്ലാതെയാകും. രണ്ടാമത്തെ വാദം 7-ാം ദിവസത്തിന് സന്ധ്യ ഉഷസ് എന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അത് അവസാനിച്ചിട്ടില്ല. നമുക്ക് ചിന്തിക്കാം, എബ്രായ വിവരണങ്ങളിൽ ഒരു പാറ്റേൺ ഒഴിവാക്കുന്നത് ഒരു കാരണത്താലാണ്. സന്ധ്യ ഉഷസ്സും ഇല്ലാത്തത് ആ ദിവസം അവസാനിക്കാത്തത് കൊണ്ടല്ല, മറിച്ച് ശബ്ബത്ത് എന്ന മറ്റുള്ള ദിവസങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന വിശുദ്ധ ദിവസമായതുകൊണ്ടാണ്. പുറപ്പാട് 20:11 എല്ലാ സംശയങ്ങളും മാറ്റുന്നു. 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെ ഉണ്ടാക്കി. 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. ശ്രദ്ധിക്കുക, ഉണ്ടാക്കി. അത് കഴിഞ്ഞ കാലമാണ്. സൃഷ്ടി ഇപ്പോഴും തുടരുന്നില്ല. ദൈവം ഇപ്പോഴും വിശ്രമിക്കുകയല്ല. താളം വ്യക്തമാണ്. 6 ദിവസങ്ങൾ, പിന്നെ ഒരു വിശുദ്ധ ഇടവേള. മൂന്നാമത്തെ വാദം ഉൽപ്പത്തി ശാസ്ത്രപുസ്തകമല്ല, അതൊരു തിയോളജിയാണ്. അതുകൊണ്ടത് പ്രതീകാത്മകമാണ്. ഇവിടെ വലിയൊരു അപകടമുണ്ട്. ദിവസങ്ങൾ അക്ഷരാർത്ഥത്തിലുള്ളതല്ലെങ്കിൽ പിന്നെ ഏദൻ തോട്ടവും ആദാമും പാവവും എല്ലാം വെറും പ്രതീകങ്ങളാകില്ലേ? നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കാൻ തുടങ്ങിയാൽ ബൈബിളിന്റെ അടിസ്ഥാനം തന്നെ ഇളകിപ്പോകും. ഉൽപ്പത്തി 1 എഴുതപ്പെട്ടിരിക്കുന്നത് ഒരു ചരിത്രരേഖ പോലെയാണ്. സങ്കീർത്തനങ്ങളിലോ ഇയ്യോബിലോ കാണുന്ന കവിത പോലെയല്ല ഇത്. ഇതിൽ സംഖ്യകളും ക്രമവും ഗണിതവുമുണ്ട്. ഇനി എബ്രായ ഭാഷ എത്ര വ്യക്തമാക്കിയിട്ടും എന്തിനാണ് ഈ കാര്യത്തിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്? കാരണം സൃഷ്ടിയുടെ ദിവസങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്തു വിശ്വസിക്കുന്നു എന്നത് ബാക്കിയുള്ള ബൈബിൾ ഭാഗങ്ങളെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നതിനെ സ്വാധീനിക്കും. പുറപ്പാട് 20:11 10 കൽപ്പനകൾ നൽകുന്നത് ഈ 6 ദിവസത്തെ സൃഷ്ടിയെ അടിസ്ഥാനമാക്കിയാണ്. ദൈവം 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ച് 7-ാം ദിവസം വിശ്രമിച്ചു എന്നത് ഒരു പ്രതീകമായിരുന്നെങ്കിൽ ഇസ്രായേൽ മക്കൾ ആ ആചരിച്ച ശബത്തും വെറും ഒരു പ്രതീകം മാത്രമായി മാറും. അവിടെയും തീരുന്നില്ല. മാർക്കോസ് 10:6 യേശു കർത്താവ് തന്നെ പറയുന്നു, സൃഷ്ടിയുടെ ആരംഭത്തിങ്കൽ ദൈവം അവരെ ആണും പെണ്ണുമായി ഉണ്ടാക്കി. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമല്ല, പരിണാമത്തിന്റെ യുഗങ്ങൾക്കും ശേഷമല്ല, മറിച്ച് ആരംഭത്തിങ്കിൽ തന്നെ. ഇനി ശാസ്ത്രത്തിന്റെ കാര്യം. പാറകളും ഫോസിലുകളും നക്ഷത്രങ്ങളും നോക്കി ഭൂമിക്ക് വലിയ പഴക്കമുണ്ട് എന്ന് പലരും പറയുന്നു. പക്ഷേ ശാസ്ത്രം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. സിദ്ധാന്തങ്ങൾ മാറും, അനുമാനങ്ങൾ തകരും. എന്നാൽ ദൈവവചനം മാറില്ല. ഉൽപ്പത്തി 1 വെറും ഒരു കഥയാണെങ്കിൽ പാപം യഥാർത്ഥമായിരുന്നോ? നോഹയുടെ കാലത്തെ പ്രളയം സത്യമായിരുന്നു. ക്രൂശിലെ മരണം ആവശ്യമായിരുന്നു. തുടക്കം ഒരു കഥയാണെങ്കിൽ ബാക്കിയെല്ലാം വെറും കഥകളായി മാറും. അക്ഷരാർത്ഥത്തിൽ സൃഷ്ടിയാണ് അക്ഷരാർത്ഥത്തിലേക്കുള്ള രക്ഷയ്ക്ക് അടിസ്ഥാനം. അതുകൊണ്ട് ഇത് ശാസ്ത്രത്തിന് എതിരല്ല, ഇത് സത്യത്തിന് വേണ്ടിയുള്ള നിലപാടാണ്. ശാസ്ത്രവും വചനവും തമ്മിൽ ഏറ്റുമുട്ടുന്നതായി തോന്നുമ്പോൾ പ്രശ്നം ദൈവവചനത്തിലല്ല, മറിച്ച് തെളിവുകളെ നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിലാണ്. ബൈബിൾ ഒരിക്കലും തിരുത്തി വായിക്കാൻ ആവശ്യപ്പെടുന്നില്ല. അത് എഴുതപ്പെട്ടതുപോലെ സത്യമായി വിശ്വസിക്കാനാണ് ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ നിങ്ങളത് നേരിട്ട് കണ്ടു. ഇത് തിയറികളല്ല, വ്യാഖ്യാനങ്ങളല്ല, വചനം തന്നെയാണ്. വരിക്ക് വരിയായി, വാക്കിന് വാക്കായി, സംഖ്യകളോടുകൂടിയ യോം
അതിരുകളായി സന്ധ്യയും ഉഷസ്സും, അളക്കാവുന്ന 6 ദിവസങ്ങൾ. വ്യാകരണം കൃത്യമാണ്, സന്ദേശം വ്യക്തമാണ്. ദൈവം സൃഷ്ടിയെ വെറുതെ വചനം കൊണ്ടുണ്ടാക്കുക മാത്രമല്ല, അതിൽ സമയത്തിന്റെ മുദ്ര പതിപ്പിക്കുകയും ചെയ്തു. ഈ വ്യക്തതയ്ക്ക് മുൻപിൽ നിങ്ങൾ എന്തു തീരുമാനമെടുക്കും? നിങ്ങൾ സംശയത്തിലേക്ക് തിരികെ പോകുമോ? അതോ ഈ സത്യം നിങ്ങളെ വിശ്വാസത്തെ ബലപ്പെടുത്താൻ അനുവദിക്കുമോ? ഈ വീഡിയോ നിങ്ങളുടെ കണ്ണു തുറപ്പിച്ചെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ കൺമുൻപിൽ തന്നെ ബൈബിളിൽ ഇനിയും എത്രയെത്ര രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടാകും.